ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. സോ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും കമന്റ് ബോക്സിലും ഒക്കെ ഒരു 40,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോൺസിന്റെ വീഡിയോ ഇടാൻ പോകുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 40,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ് ഇൻ മൈ ഒപ്പീനിയൻ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ കൂടുതലും ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഫാൻസിനുള്ളതാണ്. സാംസങ് ഗാലക്സി S24 FE. സോ നിങ്ങളൊരു കിടിലം പ്രീമിയം ലുക്കിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ, ഒരു നല്ല ക്യാമറ ക്വാളിറ്റി കിട്ടുന്ന സ്മാർട്ട് ഫോൺ, അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഗെയിമിങ്ങിനാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz ഫുൾ HD പ്ലസ് ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിനോസിൻ്റെ 2400E എന്ന് പറയുന്ന പ്രോസസറാണ്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ നിങ്ങൾ ഹെവി ഗെയിമിങ്ങിനാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ മാറ്റുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പ്ലസ് 12 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 10 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് 24 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും മെയിൻ ക്യാമറയിൽ നിന്ന്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4700 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് പെർഫോമൻസിലാണ് വരുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെവി ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ടെമ്പിൾ റണ്ണും സബ്വേ സർഫൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4700 mAh ഒക്കെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ബോക്സിനകത്ത് ചാർജറില്ല. അത് അവർക്ക് എൻവിയോൺമെൻറ്റിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ എൻവിയോൺമെൻറ്റും ചാർജറും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 8+ 128GB റോം വേരിയൻറ്റ് 34,990 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 33,874 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാംസങ് സ്മാർട്ട് ഫോൺസ് നോക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കാവുന്നതാണ്. ഒരു 30,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺസ് ഇനിയും നമ്മൾ പറയുമല്ലോ, അപ്പം നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്. വിവോ T3 Ultra. സോ നിങ്ങൾ ഒരിക്കലും പെർഫോമൻസിലും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K 3D കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 9200+ ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OIS-ൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ തന്നെ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ നിന്നും ബാക്ക് ക്യാമറ നിന്നും. സോ രണ്ട് ക്യാമറയിൽ നിന്നും 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. സോ ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയൊക്കെയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. സോ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ. പിന്നെ IP68 വരുന്നത്. നമ്മൾ വെള്ളത്തിലൊക്കെ കൊണ്ടിട്ട് കൊടുത്താൽ നമ്മൾ വെള്ളത്തിലൊന്നും കൊണ്ടിട്ട് കൊടുക്കില്ല കേട്ടോ. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB റോം വേരിയൻറ്റ് 29,968 റുപ്പീസാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 28,716 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. 30,000 റുപ്പീസിന് താഴെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസ്, നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ കിട്ടുന്ന ഒരു ഉഗ്രൻ സ്മാർട്ട് ഫോണാണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ ഇതും നോക്കാവുന്നതാണ്. നിങ്ങൾ ഒരു കിടിലം ക്യാമറ സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ വിവോ V50 നോക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രൈസ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഷവമിയുടേതാണ്. ഷവമി 14CV. സോ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി നല്ലൊരു പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hzൻ്റെ 1.5K ആമോലെഡ് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 12 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ ഇവിടെ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ക്യാമറാസ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഡൈനാമിക് ഐലൻഡിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ട്. ഇത് രണ്ട് ക്യാമറകളാണ്. 32 മെഗാപിക്സലിൻ്റെ രണ്ട് ക്യാമറകളാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും.
ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4700 mAh ബാറ്ററിക്കാണ് വരുന്നത്. 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്നത്. സോ അത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ UFS 4.0 കിട്ടുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു കിടലം ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസ് ഒക്കെ വരുന്ന സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB ROM വേരിയൻറ്റ് 38,999 rupees വരുന്നത്. ഇതിൻ്റെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും, നമ്മുടെ iQ Neo 10R. യെസ്, നിങ്ങൾ ഒരുപാട് പേര് നോക്കുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. സോ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഒരു ഇടയിലും ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസിലും ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 144 Hz 1.5K ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു കിടലം പെർഫോമൻസും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ്, 32 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു കിടലം ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 6400 mAh ബാറ്ററിയാണ്. പിന്നെ 80 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ്ങും ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 15 വരുന്നത്. സോ എന്തുകൊണ്ടും ഒരു കിടലം ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഈ ഒരു സ്മാർട്ട് ഫോണും നോക്കാവുന്നതാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB ROM വേരിയൻറ്റ് 28,999 rupees വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 27,499 rupees വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒരു തരംഗമായ സ്മാർട്ട് ഫോണാണ് നമ്മുടെ iQ 12 5G. സോ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 2K LTPO AMOLED ഡിസ്പ്ലേക്കാണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡ്യുവൽ ചിപ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 പിന്നെ നമ്മുടെ iQന്റെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 എന്ന് പറഞ്ഞൊരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. സോ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലായിരിക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OIS ഒക്കെ സപ്പോർട്ടുണ്ട്. പ്ലസ് 50 MP ഒരു വൈഡും 64 MP ഒരു ക്യാമറയാണ് വരുന്നത്. പിന്നെ 16 MP സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. കിടിലായിട്ട് ചാർജ് ആകും. പിന്നെ ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്നത്. സോ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, വെറ്റ് ടച്ച് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നനഞ്ഞ കൈ കൊണ്ട് നീക്കുമ്പോൾ വർക്കാവുന്ന പരിപാടി അതാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+ 256GB ROM വേരിയൻറ്റ് 41,999 rupees വരുന്നത്. എനിക്കറിയാം എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അത് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. പിന്നെ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ Realme GT6, Moto Edge 60 Pro അല്ലെങ്കിൽ iQ Neo 9 Pro ഒക്കെ നോക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്, OnePlus 13R. സോ ഇതും നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും നല്ലൊരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേക്കാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നതും നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ആണ്. സോ ഇവിടെയും നിങ്ങൾക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 MP പ്ലസ് 8 MP എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 16 MP സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ സൂപ്പർ വൂക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 15 വരുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡോൾബി അറ്റ്മോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, LPDDR5X UFS 4.0 കിട്ടുന്നുണ്ട്. സോ ഇതും ഒരു കിടിലം ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു ഫോണാണ്. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+ 256GB ROM വേരിയൻറ്റ് 39,491 rupees വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 37,516 rupees വാങ്ങാവുന്നതാണ്. സോ ഇതൊക്കെയാണ് 40,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തുപോലത്തെ ടെക് വീഡിയോസിൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അതൊക്കെ ഞാൻ പറഞ്ഞു മടുത്ത് നിങ്ങളും കേട്ട് മടുത്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.